വാരാന്ത്യകാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. SDPIയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതും അതിനെ തുടർന്ന് സംസ്ഥാനത്തെ SDPI ഓഫീസുകളിൽ ഒരേ സമയം വളരെ രഹസ്യമായി ED റെയ്ഡ് നടത്തിയതുമാണ് കഴിഞ്ഞ ആഴ്ചയിലെ സംഭവവികാസങ്ങളിലൊന്ന്. നേരത്തെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിനെ തുടർന്നാണ് ഫൈസിയെ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഇടപാടുകൾക്കെല്ലാം PFI ബന്ധമുണ്ടെന്നാണ് EDയുടെ ആരോപണം. സാമ്പത്തികവും നയപരമായും SDPIയിൽ PFIക്ക് സ്വാധീനമുണ്ട് എന്നിങ്ങനെയാണ് ED ആരോപിക്കുന്നത്. തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തും റെയ്ഡ് നടത്തിയിരുന്നു. ഭയപ്പെടുത്താനുള്ള നീക്കം അംഗീകരിക്കില്ലെന്ന് SDPI പ്രതികരിച്ചു. രാജ്യത്ത് 10 സംസ്ഥാനങ്ങളിലായി 12 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ED റെയ്ഡ് ചെയ്യാനുണ്ടായ കാരണം പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റ് MK ഫൈസിയെ അദ്ദേഹം ED പേപ്പർ അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലേക്ക് പോവുകയും അതിന് ഹാജരാകാൻ വേണ്ടി ഓഫീസിലേക്ക് പോകുന്നതിനിടയിലാണ് ED അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ വ്യാപകമായി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യവ്യാപകമായി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നു. ഏകദേശം ഒരു വർഷത്തിന് ശേഷം 3-4 തവണ ED MK ഫൈസിയെ വിളിക്കുകയും നിരന്തരമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത് അത് വിട്ടുകളഞ്ഞ ഒരു കേസ് ഒരു വർഷത്തിന് ശേഷമാണ് ആ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത്. അപ്പൊ നമുക്കറിയാം, ഡൽഹി ഹൈക്കോടതി 3-4 ആളുകളെ ആ കേസുമായി ബന്ധപ്പെട്ട് അവരെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ല, അത് മതിയായ കാരണമല്ല എന്ന് പറഞ്ഞ കേസാണിത്. ഡൽഹി ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതി 3 ആളുകൾക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട് ഈ കേസിൽ. അതിനുശേഷമാണ് നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും ED ഇത്ര പെട്ടെന്ന് ഒരു വർഷം മുന്നേ രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ വളരെ പെട്ടെന്ന് ഒരു പാർട്ടിയുടെ നാഷണൽ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്കറിയാം. വഖഫ്, രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗത്തിന്റെ സ്വത്ത് വകകളെ RSSന്റെ തിട്ടൂരത്തിനനുസരിച്ച് കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു. ആ നിയമങ്ങൾ ചുളിവിലൂടെ പാസാക്കിയെടുക്കാമെന്ന് ഇവിടുത്തെ BJP ഭരണകൂടം സ്വപ്നം കാണുന്നു. അതിനെതിരെ രാജ്യവ്യാപകമായി തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതിഷേധങ്ങൾ, ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഉയർത്തി. ആ പ്രതിഷേധങ്ങൾ ഉയർത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന EDയുടെ ഈ റെയ്ഡ്. റെയ്ഡിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ട്? എന്താണ് അവർ പറഞ്ഞത്? റെയ്ഡിൽ കണ്ടെടുത്ത് എന്ന് അവർ പറയുന്ന സാധനങ്ങൾ പാർട്ടി നിയമവിധേയമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ വാർഷിക കളക്ഷനിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന ബാക്കി ഉണ്ടായിരുന്ന ഒരു 414 റെസിപ്റ്റ് അവരെടുത്തു. റെസിപ്റ്റ് ബുക്കുകൾ അവരെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത അവർ എഴുതിയിട്ടുള്ള ബ്ലൂ കളർ ഫോൾഡർ കണ്ടെയ്നിങ് സിനോപ്സ് റിലേറ്റഡ് ടു SDPIയുടെ സിനോപ്സ്, വ്യത്യസ്തമായ പരിപാടികളിൽ ഉപയോഗിക്കാൻ പ്രാസംഗികർക്ക് കൊടുക്കുന്ന സിനോപ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൂന്നാമതൊരു ഫോൾഡർ കണ്ടെയ്നിങ് സ്ലോഗൻസ് മുദ്രാവാക്യത്തിന്റെ കോപ്പികൾ, 71 പേജിലുള്ള മുദ്രാവാക്യത്തിന്റെ കോപ്പികൾ, വ്യത്യസ്തമായ സംഗതികളാണ്. ബ്ലൂ കളർ ഫോൾഡർ കണ്ടെയ്നിങ് പ്രിന്റഡ് ലീഫ്ലെറ്റ് ആൻഡ് നോട്ടീസ് റിലേറ്റഡ് ടു SDPI ബന്ധപ്പെട്ട ലീഫ്ലെറ്റ് നോട്ടീസുകളും അതുപോലെ കുറച്ച് സാധനങ്ങളും. കേരള പോലീസിനെ അറിയിക്കാതെ ടാക്സി കാറിലടക്കം എത്തിയാണ് ചെന്നൈ, കൊച്ചി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. കേന്ദ്രസേന പരിശോധനയ്ക്ക് സുരക്ഷ ഒരുക്കി കേരളത്തിനൊപ്പം ദില്ലിയിലെ ദേശീയ ആസ്ഥാനത്തും ബാംഗ്ലൂരു, താനെ, ചെന്നൈ, കൊൽക്കത്ത, ലക്നൌ, ജയ്പൂർ എന്നിവിടങ്ങളിലും പരിശോധന നടന്നു. പരിശോധന പൂർത്തിയായതിന് പിന്നാലെ മലപ്പുറം, തിരുവനന്തപുരം, ചെന്നൈ എന്നിവിടങ്ങളിൽ SDPI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. 3-ാം തീയതി SDPIയുടെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ഡൽഹിയിൽ
എയർപോർട്ടിൽ വെച്ച് ED അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇന്ന് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ STPയുടെ ഓഫീസുകളിൽ ED റെയ്ഡ് നടത്തുകയും ചെയ്തു. കേരളത്തിൽ തിരുവനന്തപുരത്തും മലപ്പുറത്തുമാണ് റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ED ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രീതി BJP സർക്കാരിൻ്റെ ഫാഷിസ്റ്റ് സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന്, അതല്ലെങ്കിൽ BJPക്ക് വിരുദ്ധമായി ഉയർന്നു വരുന്ന ഭിന്നസ്വരങ്ങളെ, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിന് EDയെ ഒരു ഉപകരണമാക്കി മാറ്റുകയായിരുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി, വർഷങ്ങളായി. അതിൻ്റെ അവസാനത്തെ ഇരയാണ് STPയും അതിൻ്റെ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയും. 2 വർഷം മുമ്പ് ED ഫ്രെയിം ചെയ്ത ഒരു കേസിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ED ദേശീയ അധ്യക്ഷന് സമൻസ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 ജനുവരി 3, 4, 5 തീയതികളിൽ ഡൽഹിയിലെ ED ഹെഡ്ക്വാർട്ടേഴ്സിൽ MK ഫൈസി നേരിട്ട് ഹാജരാവുകയും അദ്ദേഹത്തിന് പറയാനുള്ളതും അവർക്ക് കേൾക്കാനുള്ളതും ഒക്കെ ആയ കാര്യങ്ങൾ അവിടെ അവതരിപ്പിച്ച് പോന്നതാണ്. അന്നത്തെ ആ ഒരു എൻക്വയറിയിൽ പ്രത്യേകിച്ചൊന്നും STPക്കെതിരെ അവർക്ക് കണ്ടെത്താനോ പ്രത്യേകമായ എന്തെങ്കിലും രേഖപ്പെടുത്താൻ MK ഫൈസിക്കോ ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ അവരുടെ അന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിച്ച് അദ്ദേഹത്തെ വിട്ടയച്ചതാണ്. പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും സമൻസ് നൽകുകയും അനാവശ്യമായി ഇങ്ങനെ ശല്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പോകാതിരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഈ നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ എല്ലാ മീറ്റിങ്ങുകളിലും അദ്ദേഹം സംബന്ധിച്ചിരുന്നു. അദ്ദേഹം താമസിക്കുന്ന കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ്. വീട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടങ്ങളൊന്നും അദ്ദേഹത്തെ ശല്യപ്പെടുത്തുകയും ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം വീണ്ടും അവർ സമൻസ് അയച്ചപ്പോൾ ആ സമൻസ് പരിഗണിച്ചുകൊണ്ട് ED ഓഫീസിൽ നേരിട്ട് ഹാജരാകുന്നതിന് വേണ്ടിയാണ് 2-ാം തീയതി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ പോയത്. അവിടെ വെച്ച് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങുന്ന സമയത്താണ് ED പിടിച്ചത്. 2009 സ്ഥാപിതമായ SDPI നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ വിഭാഗമാണെന്ന് നേരത്തെ ED പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും SDPIയെ PFI സ്വാധീനിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിയത്. കേരളത്തിൽ നിന്നടക്കം മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഹാർഡ് ഡിസ്ക്, രസീത് ബുക്കുകൾ, പ്രസംഗക്കുറിപ്പുകൾ, ലഘുലേഖകൾ തുടങ്ങിയവയും പിടിച്ചെടുത്തു. SDPIയുടെ നയരൂപീകരണം, തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം, പ്രവർത്തന ഫണ്ട് എന്നിവയടക്കം എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് PFI ആണെന്ന് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അറസ്റ്റിലായ ഫൈസി പാലക്കാട് പട്ടാമ്പി സ്വദേശിയാണ്. നിയമവിരുദ്ധ സംഘടന എന്ന പേരിൽ 2022 കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത്. നിരോധിക്കുന്നതിന് മുൻപേ EDയും ദേശീയ അന്വേഷണ ഏജൻസിയും വിവിധ സംസ്ഥാന പോലീസ് സേനകളും തുടർച്ചയായി പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ റെയ്ഡുകളും എൻഫോഴ്സ്മെന്റ് നടപടികളും നടത്തിയിരുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധം നിഷേധിക്കുന്ന SDPI സ്വയം സ്വതന്ത്ര സംഘടനയാണെന്നാണ് അവകാശപ്പെടുന്നത്. അതേസമയം തിരുവനന്തപുരം പാളയത്തുള്ള SDPIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് അവസാനിച്ചു. മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് അവസാനിച്ചതിന് പിന്നാലെ SDPI പ്രവർത്തകർ എജീസ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. സാമ്പത്തിക ക്രമക്കേടുകളുടെ പുകമറ സൃഷ്ടിച്ച് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ചിദംബരം, ഹേമന്ത് സോറൻ, അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങി ദേശീയ നേതാക്കളെ ED വിളിച്ചു വരുത്തുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെയൊന്നും പാർട്ടി ഓഫീസുകൾ റെയ്ഡ് ചെയ്തിട്ടില്ലെന്നിരിക്കെ SDPI ഓഫീസുകൾ മാത്രം റെയ്ഡ് ചെയ്യുന്നത് ഏകപക്ഷീയമായ പകപോക്കലാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു. പാർട്ടി അംഗങ്ങൾ മദ്യപിക്കരുത്.
മദ്യപിച്ചാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിനെ വിശദീകരണം നൽകി കഴിഞ്ഞ ദിവസം അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. അതായത് മദ്യപിക്കരുത് എന്ന് പറഞ്ഞത് പാർട്ടി മെമ്പർമാരോടാണ്, അല്ലാതെ അനുഭാവികളോടും ബന്ധുക്കളോടും അല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞങ്ങൾ വളർന്നത് അങ്ങനെയാണ്. മദ്യപിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്താണ് ഞങ്ങൾ ഈ പാർട്ടിയിൽ ചേർന്നത്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. പാർട്ടി സംഘടനാ രംഗത്ത് നിൽക്കുന്ന അംഗങ്ങൾ മദ്യപിക്കരുതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ദുശീലമുള്ളവരെ സംരക്ഷിക്കുന്നവരും പാർട്ടിയിലുണ്ടാകില്ല. സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി ചർച്ച ചെയ്യില്ല. 75 വയസ്സ് കഴിഞ്ഞവരെ പാർട്ടി നേതൃസമിതിയിൽ നിന്ന് മാറ്റുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടി സംഘടനാ രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരായ സഖാക്കൾ മദ്യപിക്കരുത് എന്നാണ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട്. അത് വെറുതെ പറയുന്നതല്ല. തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി 2013 ചേർന്ന കൽക്കത്ത പ്ലീനത്തിൽ പാർട്ടി മെമ്പർമാർ പാലിക്കേണ്ട മൂല്യങ്ങൾ വ്യക്തമാക്കിയതാണ്. മദ്യപിക്കാൻ പാടില്ല എന്ന നിലപാട് അന്ന് പറഞ്ഞതാണ്. മദ്യപാനശീലം ഒഴിവാക്കാനുള്ള ചർച്ചയും നിലപാടും സ്വീകരിച്ചേ മുന്നോട്ടു പോകണമെന്ന് അന്നേ വ്യക്തമാക്കിയതാണ്. അങ്ങനെയുള്ള ദുശീലമുള്ളവരെ സംരക്ഷിക്കുന്നവരും കുറ്റകരമായ നിലയാണ് സ്വീകരിക്കുന്നതെന്നും വിശദീകരിച്ചിട്ടുണ്ട്. അതിനാൽ എവിടെയോ ഒരു സുപ്രഭാതത്തിലുണ്ടായ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഇത്. കൃത്യമായ രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതാണ്. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. 1-2 ദിവസം കൊണ്ട് അത് പൂർത്തിയാകുമെന്ന് പറയുന്നില്ല. അതിനുവേണ്ടിയുള്ള നല്ല രീതിയിലുള്ള ശ്രമം നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷവുമായി ബന്ധമുള്ളവർക്ക് ബാർ നടത്തുന്നതിനെ വിലക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. എന്നാൽ പാർട്ടി അംഗങ്ങൾ കുടിക്കാൻ പാടില്ല. പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് അംഗങ്ങൾ മദ്യപിക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരെ പുറത്താക്കുമെന്നതിൽ ഉറച്ചു നിൽക്കുമെന്ന് ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ബാർ മുതലാളിമാരുടെ മക്കൾ പാർട്ടിയിലും DYFIയിലുമൊക്കെ കാണും. പക്ഷേ കുടിക്കാൻ പാടില്ല എന്നതാണ് പാർട്ടി നിലപാട്. MLA-മാർക്ക് തുടർച്ചയായി 2 ടേമിൽ കൂടുതൽ നൽകേണ്ടതില്ലെന്ന തീരുമാനം മാറ്റേണ്ട സാഹചര്യമില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു. കേരളം ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടർച്ചയായി 2 ഘട്ടം കഴിഞ്ഞ് 3-ാം ഘട്ടത്തിലേക്ക് നീങ്ങുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം നിങ്ങൾ പറഞ്ഞതുപോലെ സംഘടനാപരവും രാഷ്ട്രീയവുമായ ചർച്ചയും സ്വയം വിമർശനവും മറുപടിയും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുക. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളത് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വാഭാവികമായും കേരളത്തെ വികസിപ്പിക്കാതെ കേരളത്തിൻ്റെ വളർച്ച, കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തലാണ്. വർഗപരമായിട്ടുള്ള വ്യത്യാസം അതിൽ വ്യക്തമാണ്. ഇന്ത്യൻ ഭരണവർഗം, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും, ഇന്ത്യയിലെ സമ്പന്നരെയാണ് ഇതേവരെ വളർത്തിയെടുത്തത്. ലോകത്തിലെ മുതലാളിമാരുടെ പട്ടികയിലേക്ക് എങ്ങനെയാണ് ഇന്ത്യൻ മുതലാളിയെ വളർത്താനാവുക എന്നുള്ള മത്സരമായിരുന്നു ഇവരെല്ലാം തമ്മിലുള്ളത്. അദാനിയെയും അംബാനിയെയും ഒക്കെ ലോക നിലവാരമുള്ള മുതലാളിമാരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഭരണവർഗം ഇന്ത്യയിൽ നിർവഹിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി സാധാരണക്കാരായ ജനങ്ങളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് CPIയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻറ്റും ലക്ഷ്യമെടുക്കുന്നത്. ആ തലത്തിലേക്ക് കേരളത്തിലെ വികസനം, സർവതോന്മുഖമായ തലത്തിലുള്ളതാണ് വികസനം. അതിൽ ഊന്നുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അതിന് ആവശ്യമായ തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, പശ്ചാത്തല വികസനം വേണം, പുതിയ സംരംഭങ്ങൾ വേണം, പുതിയ വ്യവസായങ്ങൾ വേണം. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ഉന്നതമായ ഒരു കേരളീയ സംസ്കൃതിയെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് അതുകൂടി സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്.
കേന്ദ്ര വിഹിതം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പുനരാലോചനയാണോ ഇപ്പോഴത്തെ കൂടിച്ചേർക്കൽ വരാൻ പോകുന്നത്? പുനരാലോചനയല്ല. സത്യം പറഞ്ഞാൽ പുതിയ തലത്തിലേക്ക് ഇനി എങ്ങനെയാണ് കേരളത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഒരുതരം പ്രതിരോധം തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെ കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയെ തറക്കാം എന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ള കാര്യം, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായും ഈ പശ്ചാത്തലത്തിൽ കേരളത്തെ സ്വന്തം കാലിൽ നിർത്തി എങ്ങനെയാണ് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കേരളം അന്വേഷിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് വിജ്ഞാന സമൂഹമെന്നും വിജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്നും ഞങ്ങൾ പറഞ്ഞതിൻ്റെ കൃത്യമായ പൊരുൾ. 15,000 സ്റ്റാർട്ടപ്പുകളാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ട് കേരളം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 3 ലക്ഷത്തോളം വരുന്ന സംരംഭ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ആരംഭിക്കാൻ സാധിച്ചത്. വളരെയേറെ ശ്രദ്ധേയമായ തരത്തിലുള്ള ഒരു തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം, തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഇടപെടൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. ഇനി 1,53,000 കോടി ഉറുപ്പികയുടെ പുതിയ നിക്ഷേപം കൂടി കേരളത്തിലേക്ക് വരുമ്പോൾ വ്യവസായ സൗഹൃദ രാജ്യം, നാട് എന്ന രീതിയിൽ കേരളത്തിൻ്റെ സൽപ്പേര് അതിശക്തിയായ രീതിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന പുതിയ തലത്തിലേക്കാണ് കേരളത്തെ ഉയർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ തലത്തിൽ കേരളം ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, കുടിക്കാത്തവർക്ക് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അവർ നമ്മുടെ പാർട്ടി മെമ്പർമാരല്ലാതിരിക്കുമല്ലോ. അനുഭാവികൾ, അതുപോലുള്ള ആളുകളായിട്ട്, പാർട്ടി ബന്ധുക്കളായിട്ട് എല്ലാവർക്കും തുടരാം. അവരൊന്നും, ഞങ്ങൾ മദ്യപന്മാർ പാർട്ടിയായിട്ട് ബന്ധമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് പാർട്ടി സംഘടനാ രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരായ പാർട്ടി സഖാക്കൾ, പാർട്ടി മെമ്പർമാർ മദ്യപിക്കരുത് എന്നാണ് പാർട്ടി രാഷ്ട്രീയമായ നിലപാട്. അത് കൃത്യമായിട്ട് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഞങ്ങൾ തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൽക്കത്ത പ്ലീനം 2013 ഞങ്ങൾ കൽക്കത്ത പ്ലീനം നടത്തിയത്. പ്ലീനം നടന്നപ്പോൾ ആ പ്ലീനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇന്ത്യയിലെ പാർട്ടി മെമ്പർമാരെങ്ങനെയായിരിക്കണം, അതിൻ്റെ മൂല്യം എന്തൊക്കെയായിരിക്കണം എന്നെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് ഞങ്ങൾ പറഞ്ഞത് മദ്യപിക്കാൻ പാടില്ല, മദ്യപന്മാരായ ആളുകളല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ടി കേഡർമാർ. അപ്പോൾ ആ മദ്യപാനം ശീലം ഒഴിവാക്കാനുള്ള ചർച്ചയും നിലപാടും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്ന് അതിൻ്റെ 66ാമത്തെ ഖണ്ഡികയിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ച് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്, പുറത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഒരു കാര്യവും കൂടി പറഞ്ഞു, അങ്ങനെയുള്ള ദുശീലമുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും യഥാർത്ഥത്തിൽ മദ്യപിക്കുന്നത് പോലെ തന്നെ കുറ്റകരമായ നിലയാണ് സ്വീകരിക്കുന്നത് എന്ന് 69ാമത്തെ ഖണ്ഡികയിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയോ ഒരു സുപ്രഭാതത്തിൽ വെളിപാടുണ്ടായിട്ട് പറഞ്ഞതല്ല, കൃത്യമായ രാഷ്ട്രീയ ധാരണയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചതാണ്. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതിപ്പോൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അതിനു വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള ശ്രമം പാർട്ടിയിലുടനീളം പാർട്ടിക്കകത്ത് നടത്തേണ്ടതുണ്ട്. മദ്യപാനം മാത്രമല്ല, മദ്യപാനവും അതുപോലെ തന്നെ ലഹരിയാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ധാരണയോടുകൂടി പാർട്ടി സഖാക്കൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പാർട്ടിയിലുടനീളം അവബോധം രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിച്ചത്. അതിനിടെ CPM സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയിൽ സെക്രട്ടറി MV ഗോവിന്ദനെ കടന്നാക്രമിച്ച പ്രതിനിധികൾ. വാക്കുകൾ കൂടുതൽ സൂക്ഷിച്ചുപയോഗിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണെന്നും വിമർശനമുയർന്നു. MV ഗോവിന്ദൻ എല്ലാം കണ്ണൂരിനെ വീതിച്ചു നൽകുന്നുവെന്നും പ്രതിനിധികൾ വിമർശിച്ചു. പാർട്ടി സെക്രട്ടറിക്ക് എപ്പോഴും പറയാനുള്ളത് മെറിറ്റും മൂല്യവുമാണ്. പാർട്ടിയിൽ സ്ഥാനമാനങ്ങളെല്ലാം കണ്ണൂർക്കാർക്കെന്നുമാണ് വിമർശനം. അതേസമയം CPM 24ാം പാർട്ടി കോൺഗ്രസിനെ മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം വ്യാഴാഴ്ച കൊല്ലത്ത് തുടങ്ങി. 30 വർഷങ്ങൾക്ക് ശേഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ആഴത്തിൽ വേരോട്ടമുള്ള കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടന്നത്. കയ്യൂർ, വയലാർ, ശൂരനാട്
എന്നിവിടങ്ങളിലെ രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്ന് തുടങ്ങിയ പതാക, ദീപശിഖ, കൊടിമര ജാഥകൾ ബുധനാഴ്ച 5-ന് പൊതുസമ്മേളന നഗരിയായ ആശ്രമ മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ എത്തിച്ചേർന്നു. വ്യാഴാഴ്ച മുതൽ 9-ാം തീയതി വരെ നീണ്ടുനിൽക്കുന്ന പ്രതിനിധി സമ്മേളനം സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് നടക്കുന്നത്. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഷഹബാസിന്റെ കൊലപാതകത്തിൽ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ സംഘർഷത്തിനിടെയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസ് കൊല്ലപ്പെട്ടത്. അതേസമയം കൊലപാതകത്തിൽ ആരോപണങ്ങൾ ആവർത്തിച്ച് ഷഹബാസിന്റെ പിതാവ് രംഗത്ത് വന്നിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ സംഘർഷത്തിനിടെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുത്തു പോലീസ്. കൊലപാതകത്തിൽ നേരത്തെ പിടിയിലായ 5 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോയെന്നാണ് പരിശോധിച്ചത്. ഇതിനായി സംഭവസ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും സമീപത്തെ കടകളിൽ ആ സമയത്തുണ്ടായിരുന്ന ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തി. സംഘർഷമുണ്ടായ ട്യൂഷൻ സെന്ററിന് സമീപത്തെ റോഡുകളിലെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ പോലീസ് ശേഖരിച്ചു. അതേസമയം ഷഹബാസിന്റെ കൊലപാതകം ആസൂത്രിതമാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് വന്നിരുന്നു. 6 വിദ്യാർത്ഥികളിൽ ഒതുങ്ങില്ലെന്ന് ആവർത്തിക്കുകയാണ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ. കൂടുതൽ പേർ ഇനിയും പിടിയിലാകാനുണ്ടെന്നും കുട്ടികൾ പേടിച്ചിട്ട് മറ്റുള്ളവരുടെ പേരുകൾ പറയുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. മർദ്ദിക്കുമ്പോൾ ചുറ്റും കൂടി നിന്നവരിൽ രക്ഷിതാക്കളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിന് പിന്നാലെയാണ് പോലീസിന്റെ നിർണായക നീക്കം. എനിക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ പല ആളുകളും അഭിപ്രായം പറഞ്ഞു കേട്ടിക്കുന്നിടത്തോളം അവര് ഇതിൽ നിന്ന് കഴിച്ചിലായി പോകും എന്നുള്ളൊരു കണ്ടീഷൻ തന്നെ കേൾക്കുന്നത്. രാഷ്ട്രീയത്തിലായി കഴിഞ്ഞാൽ സ്വാധീനമുള്ള ആളുകളാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവര് ഗവൺമെന്റ് ജീവനക്കാരാണ്, പോലീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ടീച്ചറായി ജോലി ചെയ്യുന്നവരുണ്ട്, ഒന്ന് ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളുകളൊരു മകനാണ്. അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ അറിയുള്ള പിള്ളേരെ ആരൊക്കെ കൂട്ടുകെട്ട് അതായത് ഫ്രണ്ട്സുകൾ ഉള്ളത്. അപ്പോൾ ഓരോരുത്തർ ആ കേൾക്കുന്ന കേൾവികൾ കൊണ്ട് എനിക്ക് അറിയാൻ കഴിയുന്നത് വളരെയേറെ വിഷമത്തിൽ തന്നെയാണ്. ഒരു 10-15 ദിവസം കഴിഞ്ഞ് വീണ്ടും ആ ഒരു പശ്ചാത്തലത്തിലേക്ക് തന്നെ ഇറങ്ങി വരാനാണ് സാധ്യത. ഇതിൽ നിന്ന് ഒരു നിയമത്തിന്റെ ഇത് നോക്കിയിട്ട് സ്വാധീനിച്ചിട്ട് അതിൽ നിന്ന് വീണ്ടും ഓല് ഈ സ്റ്റേജിലേക്ക് തന്നെ വരാന്നുള്ള എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നീതിപീഠം എത്രയാണോ ശിക്ഷ അവർക്ക് കിട്ടാൻ പറ്റുന്നത് അത് വാങ്ങിക്കൊടുക്കണം. അതായത് ഒരു സ്വാധീനത്തിന്റെ പേരിൽ ഇത് ആരെയും ഇതിൽ നിന്ന് ഒഴിവാക്കരുത്. നിരപരാധിയായ കുട്ടി, ഞാൻ അന്വേഷിച്ചിടത്തോളം ഒന്നിലും പെടാത്ത ഒരാള്, കിട്ടിയ ആളെ വെച്ചിട്ട് മാരകായുധം, ഇതൊന്നും അല്ല അവരെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്ന പറയുന്നത് കേട്ടത്. പല ആയുധങ്ങളും അവരെ പേരൻസ് ഉപയോഗിക്കുന്ന ഇവർക്ക് കൈ കൊടുത്തു വിട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ ഷഹബാസിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണമുണ്ടായിരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി KE ബൈജു പറഞ്ഞു. കുട്ടികൾ എന്ന നിലയിലായിരുന്നില്ല മർദ്ദിച്ചവരുടെ ആലോചന. കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ടെന്നും ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും ബൈജു വ്യക്തമാക്കിയിരുന്നു. ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി പിന്നീട് അറസ്റ്റിലായി. ഇതോടെ കുറ്റാരോപിതരുടെ എണ്ണം 6ആയി. ഈ വിദ്യാർത്ഥിയെ സംഭവസ്ഥലത്ത് കൊണ്ടുപോയി പിന്നാലെ താമരശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തിച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് 5 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റിയിരുന്നു. ഇവർ 10ാം ക്ലാസ് പരീക്ഷ എഴുതി. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയിരുന്നു. പ്രതികളെ പാർപ്പിച്ചിരുന്ന വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിന്റെ പരിസരത്തെ സ്കൂളുകളാണ് പരിഗണിച്ചതെങ്കിലും അവിടേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നതിനാൽ ജുവനൈൽ ഹോം തന്നെ പരീക്ഷാ കേന്ദ്രമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. KSU യൂത്ത് കോൺഗ്രസ്, MSF തുടങ്ങിയ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന നേതാക്കളെല്ലാം ജുവനൈൽ ഹോമിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. ഇവരെയെല്ലാം കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു. 12 മണിയോടെ പരീക്ഷ പൂർത്തിയായ ശേഷം വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങി. പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കിയത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഷഹബാസിന്റെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. നീതിപീഠം കൈയൊഴിയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. ചെറിയ കുട്ടിയുണ്ട്, അവനൊരു പ്രതീക്ഷ വീട്ടിൽ നിന്നാക്കി കഴിഞ്ഞാൽ മൂത്ത മകനാണ്, അവനവിടെ ആക്കി പോവാം എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അതുവരെ നഷ്ടപ്പെട്ട് ഇപ്പം ഭാര്യ എവിടെ കിടക്കുന്ന സ്വയബോധമല്ലാതെ ചെറിയ കൊച്ചിനെ ഞാനെടുത്ത് പോകാൻ കഴിയുന്നില്ല.
ഈ പ്രശ്നവുമായിട്ട് പങ്കെടുത്ത ആളുകളിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത് രാഷ്ട്രീയത്തിൽ വളരെ പിടിപാടുള്ള ആളുകളാണ്. അവര് സ്വാധീനിച്ച് അവരെ മക്കൾ അവർ രക്ഷിച്ചു കൊണ്ടുപോകും. വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താൻ കാണുന്നത്. പലരും അതന്നെ പറയുന്നത്. നാട്ടിലുള്ള ആളുകളായി കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ആവശ്യം പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് തന്നെ പറഞ്ഞത് എന്റെ കുട്ടിയാണ്, എന്റെ ഏട്ടൻ ജോലിയുണ്ട്, അതുകൊണ്ട് അത് പിടിപാട് കൊണ്ട് നമ്മൾ കഴിച്ചിലായി പോകുന്നോളും, കുഴപ്പമില്ല എന്നുള്ള ഒരു സംസാര രീതിയാണ് പരക്കെ അവിടെ കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അതൊന്നും നോക്കാതെ ഈ ഗവൺമെന്റിൽ ഉറച്ച വിശ്വാസവും നീതിപീഠത്തിലുള്ള ഉറച്ച വിശ്വാസവും കൊണ്ട് ഈ കുട്ടികളാണ്, അതുകൊണ്ട് ഇതിനി ആവർത്തിക്കാൻ പാടില്ല, മറ്റൊരു കുട്ടികളിലേക്ക് ഇതിനി പകരാൻ പാടില്ല. അതേസമയം വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾക്കായി ഉപയോഗിച്ച ഡിവൈസുകളുടെ വിവരം അറിയിക്കാനും പോലീസ് മെറ്റയോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ സംഭവത്തിൽ പിടിയിലായ വിദ്യാർത്ഥി നൻചക്കിന്റെ ആക്രമണ രീതി പഠിച്ചത് യൂട്യൂബിൽ നിന്നാണെന്ന് കണ്ടെത്തി. നൻചക്ക് ഉപയോഗിച്ചുള്ള ആക്രമണത്തിലാണ് ഷഹബാസിനെ ഗുരുതരമായി പരിക്കേറ്റത്. കരാട്ടെ പരിശീലനം തേടുന്ന സഹോദരന്റേതാണ് നൻചക്ക് എന്നും പോലീസ് സ്ഥിരീകരിച്ചു. ഈ കുട്ടിയുടെ മൊബൈൽ ഫോണിലെ സെർച്ച് ഹിസ്റ്ററിയിൽ നൻചക്ക് ഉപയോഗം വ്യക്തമാക്കുന്ന വീഡിയോകളുണ്ട്. ഇവരുടെ പിതാവിനെ സംഘർഷവുമായോ ഗൂഢാലോചനയുമായോ ബന്ധമുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ഇതോടെ ഈ ആഴ്ചയിലെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.